ചേട്ടാ നമസ്കാരം ചേട്ടാ. എല്ലാരും ഇവിടെ അടുത്തുള്ള ആൾക്കാരായിരിക്കും. കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ചേട്ടാ കൂടെ നിൽക്കുന്നേ? എല്ലാവർക്കും കടമുണ്ടോ ചേട്ടാ? ഉണ്ടോ ചേട്ടാ കടം? കടമുണ്ട്. വീട്ടിൽ കടമുണ്ടോ ചേട്ടാ? കടമുണ്ടല്ലേ? നമ്മള് രാഷ്ട്രീയം മറന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളിലേക്ക് ഈ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരായാലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ചേട്ടാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഇതിപ്പം പണി ചെയ്ത് വിടാനുള്ള കടങ്ങളൊക്കെ അല്ല എല്ലാവരും ചെയ്തിട്ടുണ്ട്. അല്ലാതെ പണിയാൻ മനസ്സുണ്ടെങ്കിൽ പണി ചെയ്താൽ വിടും. അല്ലാതെ പിന്നെ നമ്മൾ പണി ചെയ്ത കുറ്റവും കുറേ പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. പണി ചെയ്യാൻ മനസ്സ് വേണം, അല്ലാതെ കുറ്റക്കെട്ട് കാണിച്ചിട്ട് കാര്യമുണ്ട്. ഇതെന്താ ചേട്ടാ സംഭവിച്ചത്? ഇതെന്താണെന്നൊന്നും അറിയത്തില്ല. ഇത് ഞങ്ങൾ നിങ്ങളപ്പോൾ ഞാൻ തിരുവനന്തപുരം. അതല്ലേ ഈ സംഭവം അയൽവാസിയാണോ? ഞാൻ കുറച്ചപ്പുറം. ചേട്ടാ ഇത് അയൽവാസിയായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പച്ച എന്നാ അപ്പച്ച ഇവിടുത്തെ കാറ്റും വെള്ളം കേട്ടാ ഞങ്ങൾ ഓടിച്ചിട്ട്. അപ്പച്ചനാണോ കരഞ്ഞത്? അവിടുത്തെ അപ്പച്ചനാണോ കരഞ്ഞത്? അല്ല, അപ്പച്ചനൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ അതാ പണി കഴിഞ്ഞിട്ട് വന്നപ്പോ വളരെ കൂട്ടുകിട്ടിരിക്കുകയായിരുന്നു. സുലോചന എന്ന് പറഞ്ഞ ചേച്ചി? സുലോചനയല്ലേ? കാറ്റ് കേട്ടില്ല ഞങ്ങൾ ഇവിടെ ഓടി അവിടത്തേക്ക്. താഴെ വീടല്ലേ? നമ്മള് ഞാനിപ്പോ വന്നേ. അതെല്ലേ ചേട്ടാ, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് ഭയക്കുന്നുണ്ടോ? നമ്മൾ ആരെയും ഭയക്കണ്ട. ഞാനിപ്പോ വന്നേ ഉള്ളൂ. എല്ലാരും അറിഞ്ഞു കേട്ടോ ആർക്കും ഒന്നും അറിയില്ല. കടമുണ്ടെന്ന് ഇങ്ങനെ മാത്രം പറഞ്ഞു കേട്ടുള്ള അറിവേ ഞങ്ങൾക്ക്. കടം തന്നെയാണ് കാരണം അല്ലേ എന്നാണ് എല്ലാരും പറയുന്നത്. ഇവിടെ നിൽക്കുന്നവർക്കാർക്കും കടമില്ലാത്ത കാര്യമില്ല. എല്ലാ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരവിടെ. പിന്നെ എല്ലാം ഇങ്ങനെ വെള്ളം തുഴയുന്ന പോലെ ഒരു കരയ്ക്ക് എത്താന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ആ പ്രതീക്ഷകളെ കൈവിടിയുന്നില്ല. അപ്പച്ച എന്താ പറയാനുള്ള അപ്പച്ച? എന്താ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നാ അപ്പച്ച? ഇനി ഇങ്ങനെ അവസ്ഥകൾ നാട്ടിൽ ഉണ്ടാതിരിക്കാണ്ട് ഇനി അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ മനുഷ്യന് ഓരോ തോന്നാപ്പത്തി തോന്നിയാ എന്നാ ഈ രാവിലെ പണിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. 3-4 വൈകിട്ട് വീട്ടിൽ വരുന്നു, അവിടെ കിടന്നുറങ്ങുന്നു, രാവിലെ പണിക്ക് പോകുന്നു. ഇതൊക്കെ അല്ലാതെ വേറെ ബന്ധങ്ങളൊന്നും ഇല്ല. ഇവനാണ് ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്. ഓടിക്കൊണ്ടിരുന്നു. കുറച്ച് ദൂരം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ഓരോ മനുഷ്യനും നല്ല കടവാണ്. ഒരേ ബാധ്യതകൾ അവർ ഒപ്പിച്ചു വെക്കുക. ലോണിന്റെ പുറത്ത് ഒരു വീട്ടിൽ തന്നെ 10-12 ലോണാണ്. അതാണ് ഈ കുഴപ്പങ്ങൾ വരുന്നത്. ഇതൊക്കെ ബ്ലേഡ് കമ്പനികളാണ് ഈ കൊടുക്കുന്ന പൈസ. അവര് ചിലപ്പം അതിൻ്റെതായിട്ടുള്ള അവരെഴുതി തള്ളുവോ? ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? അതാത് മാസം അടച്ചില്ലെങ്കിൽ അവന്മാര് വീട്ടിൽ കയറി കുത്തിയിരിക്കാന്ന് പറഞ്ഞു. അതല്ലേ അങ്ങനെ വരുന്നുണ്ട് അവിടെ? സംഭവം നടന്നിട്ടില്ല. എന്നാ പലയിടത്തും നടക്കുന്നുണ്ട്. പലയിടത്തും നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നടന്നിട്ടില്ല. ഇവിടുത്തെ ഇങ്ങനെ ഈ മരണം കഴിഞ്ഞപ്പിനാണ് ഇങ്ങനെ കടബാധ്യത ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ ഈ അയൽവക്കത്തുള്ളവർ പോലും അറിയുന്നത്. അല്ലാതെ വേറെ കടബാധ്യത കൂടിയിട്ട് വന്ന് ഞെരുക്കുമ്പോ ഏട്ടാ കുഴപ്പം. ഞെരുക്കാതിരിക്കും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് അടയ്ക്കണമെന്നൊരു നിർബന്ധമായിട്ട് ഇവര് നീരാളി പോലെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റിയല്ലോ. ഒരു മനുഷ്യൻ പോലും നിർബന്ധമായിട്ട് ആരും വരുന്നില്ല. ഇപ്പൊ ഇത് അല്ലെങ്കിൽ അപകടം ഉണ്ടായി കഴിയുമ്പോഴാണ് അന്നേരത്തിന് എല്ലാവരും പൊങ്ങി വരുന്നത്. അന്നേരത്തെ സർവ്വ രാഷ്ട്രീയ നായകന്മാരും സർവ്വ ആൾക്കാരും തലപ്പൊത്തി നിന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഓങ്ങ് അടിക്കാൻ നിൽക്കും. അതുകൊണ്ട് കാര്യമില്ല. ഈ ചാനലുകാർക്കൊന്നും ബുദ്ധിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞില്ല. കറക്റ്റായിട്ടാ പറഞ്ഞത്. മുഖ്യമന്ത്രി ചാനലുകാർക്കൊന്നും ബുദ്ധിയില്ലെന്നാണ്. അവർക്കറിയാം, അവര് പ്രതീക്ഷിക്കുന്ന ബൈക്കുകൾ വന്നില്ല. ചാനലുകാരെ കാണിക്കേണ്ട തലക്കല്ലേ മോഹം കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എല്ലാവരോടും സംസാരിച്ചാലും തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ കടകളിലേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ കടകളുള്ളൂ. അത് അപ്പനമ്മയും സ്ഥലം വിട്ടിട്ട് തീർക്കാന്ന് പറഞ്ഞല്ലേ. സ്ഥലം ഉണ്ടായിരുന്ന സാമ്പത്തിക കിടക്കുന്ന മതിയല്ലോ. അതെ, എത്ര സെന്റ് സ്ഥലം ഉണ്ട് ഇവർക്ക്? അത് 8 സെന്റ് 10 സെന്റ് അല്ലേ? 8 സെന്റ് അല്ലേ? അത് കൊടുത്താലും തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് കൊടുത്തു കഴിഞ്ഞാലാണെങ്കിലും തീരാവുന്നത്. കച്ചവടം നടക്കുക. അതെല്ലേ എന്നാ പറയുന്നത്? പറഞ്ഞ കടം വീട്ട് ഞങ്ങൾ നമുക്ക് വിറ്റച്ച് നമുക്ക് എവിടെങ്കിലും വാടക വീട്ടിൽ പോയി കിടക്കാം. കടം വീട്ടാം. കടമുണ്ടോന്ന് എനിക്കേ അറിയത്തുള്ളൂ. എനിക്ക് കടമുണ്ടെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. പറയാതെ അറിയില്ലല്ലോ. ഷൈനിക്കും കടമുണ്ടായിരുന്നു. അവന്റെ ഈ മരിച്ചുപോയ ഷൈനിക്കും കടമുണ്ടായിരുന്നു. അവളും കടമായിരുന്നു നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചോണ്ട്. മരിച്ചുപോയ കൂട്ടുകാർക്ക് അറിയാൻ കടമുണ്ടെന്ന് ഒന്നും പറയല.
ഒരു കാരണവരാളെ എന്തെങ്കിലും പറയണ്ടേ, ആരും ഞങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ട് ഇവിടെ. കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലേ ഞാൻ എസ്റ്റേറ്റിലായിരുന്നു. എസ്റ്റേറ്റ് ഒരു സുപ്രഭാതത്തിൽ ഇല്ല. 2000 എസ്റ്റേറ്റ് ഇല്ല, ആരും ഇല്ല എസ്റ്റേറ്റിൽ. അന്ന് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കണം, എടുക്കണം, എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മറ്റൊരു വരുമാനമില്ല. ആ കാലഘട്ടത്തിൽ കൂടെ ജീവിച്ച് ആ മക്കളെ പഠിപ്പിച്ച് ആ മക്കളുടെ മക്കൾ ഇപ്പം +2 വരെയായി. അപ്പച്ചൻ പൊരുതി ജയിച്ചല്ലേ? പൊരുതി ജയിക്കല്ലേ? കഷ്ടപ്പെട്ടത്. അന്ന് പല സ്ഥലത്തും ഞങ്ങൾ പണിക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ഇതിനൊക്കെ ഒരു വിടുതലുണ്ടാകുന്നതാണ്. പക്ഷെ നമ്മളുമായിട്ട് സംസാരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നലെയായിട്ട് ഓട്ടോക്കാർ പിള്ളേരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തായിരുന്നു. ഇവന്റെ ഇപ്പോൾ ഒരു ഓട്ടോ പറയാൻ പറ്റും മരിച്ചവന്റെ. അപ്പൊ അതെല്ലാം കൂടെ ഓട്ടോക്കാരെല്ലാം കൂടി അത് തിരിച്ചെടുത്ത് പുള്ളിക്ക് കുറച്ച് പൈസ കൊടുത്തോണ്ട് 50,000 രൂപയ്ക്ക് പണയം വെച്ചിരിക്കും ഓട്ടം. അത് തിരിച്ചെടുത്ത് കൊടുക്കാനായിട്ട് ഇവർ ഓട്ടോക്കാരെല്ലാം കൂടെ തീരുമാനം വെച്ചിരിക്കും. ഇവൻ കഴിഞ്ഞ ശനിയാഴ്ച ഒരു മാസത്തെ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നു. ശനിയാഴ്ച വന്നിട്ട് ഇവൻ പുറത്തിറങ്ങിയിട്ടില്ല. ഓട്ടോക്കാർ കൂടെ കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട് എൻ്റെ അറിവിൽ. കാരണം എൻ്റെ മകനും ഓട്ടോ ഓടിക്കുന്നതാണ്. അവൻ പറഞ്ഞിട്ടുണ്ട് ഇവരെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നു. ഇവന്റെ കടവെങ്കിലും നമുക്ക് കുറച്ച് അല്ലെങ്കിൽ ഓട്ടോ എടുത്ത് കൊടുക്കാം. അപ്പൊ ഇവനും പല കൂട്ടുകാരോടും പറഞ്ഞ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ രക്ഷയുള്ളൂ ഇങ്ങനെ പറയുന്നുണ്ട്. പലരോടും പറഞ്ഞു. എന്റെ ഭാര്യ വരെ പറഞ്ഞു ഞങ്ങൾ ആത്മഹത്യ ചെയ്യുള്ളൂ. അപ്പൊ ഈ കടം എന്ന് പറയുന്നത് ഈ 8 സ്ഥലത്തിനകത്ത് ഇതിന് മാത്രം വലിയ കടം പറ്റി ഇത് തന്തയും തള്ളയും പറ്റി വെച്ച കടമല്ലെന്നാണ് പറയുന്നത്. തന്തയും തള്ളയും പറ്റി വെച്ച കടം ഇവനായിട്ട് ഉണ്ടായ കടമാണ്. അതെങ്ങനെയാണ് നമുക്ക് പറയും. എല്ലാം ഈ വണ്ടിക്കളിയാണ്. വണ്ടിക്കളിയൊന്നും അല്ലെന്നേ. മദ്യപാനം കൂടുതലുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. മദ്യക്കച്ചവടവും മദ്യപാനവും ഉണ്ട്. അങ്ങനെയൊക്കെ പൊളിഞ്ഞു പോയി, എല്ലാം കൊണ്ടും തകർന്നു. പക്ഷെ ചേച്ചിയും പിള്ളേരും എന്ത് പിഴച്ചല്ലേ? സത്യം. ചേച്ചിയും അവനെയും പോട്ടെ, ഈ കുഞ്ഞുങ്ങൾ എന്ത് പഠിച്ചു? സഹിക്കാൻ പറ്റത്തില്ലേടാ. അതാണ് സഹിക്കത്തില്ല. 3 ജീവനല്ലേ? ഇവനും അവളും പോട്ടെ, ഇവനും അവളും പോക്കോട്ടെ. 2 ജീവനല്ലേ? 3 ജീവനല്ലേ? അവനും അവളും പൊക്കോട്ടെ. ഈ കുഞ്ഞുങ്ങൾ എന്ത് പഠിച്ചു? ഒരു കണക്ക് പറഞ്ഞാൽ അവൻ എത്രയും ധൈര്യം ഉള്ളവനാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ തൂക്കിക്കൊണ്ട കഴിവുള്ളവനായിരുന്നെങ്കിൽ അവന് കടം വീട്ടാൻ അവൻ കഴിയില്ല. അവന്റെ ആ മനസ്സില്ല. ആ കാണിക്കുന്ന ധൈര്യത്തിന് 4 കാണിച്ചാൽ അവന്റെ കടം വീട്ടാവില്ല. അവന് കൂലിപ്പണി എടുത്ത കടം വീട്ടാൻ പറ്റും. എന്നാ പറയാനാ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതായി ഒന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറയേണ്ട പോലും കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവനും അവളും പൊക്കോട്ടെ, കുഞ്ഞുങ്ങൾ എന്ത് പഠിച്ചു? ഇവിടെ അടുത്തുനിന്ന് പുതുക്കടയില്ല. നേരത്തെ ഇവിടെ അപ്പനൊക്കെ എസ്റ്റേറ്റിലെ വർക്കറായിരുന്നു. തോട്ടം പൂട്ടിയതോടുകൂടിയ ഇവിടെ വന്നിട്ട് ഇവിടെ ജീവിത നിലവാരമൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഈ പയ്യൻ ഓട്ടോ ഓടിക്കുന്ന കുറേ കാശൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയാ സംഭവിച്ചെന്ന് മാത്രമേ എനിക്കറിയത്തില്ല. ഇവർക്കുള്ള അറിയത്തില്ല. പക്ഷേ കുടുംബത്തിൽ അത്രയും സാമ്പത്തിക ബാധ്യത ഒന്നും ഇല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കടുകും ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് അറിയത്തില്ല. അറിയാനായിട്ട് സാധിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവങ്ങൾ. അതല്ലേ അറിയാൻ സാധിച്ചില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്കൊക്കെ എല്ലാം സഹായിക്കാമായിരുന്നു. ഫുള്ളായിട്ട് നമുക്ക് സഹായിക്കാമായിരുന്നു. എല്ലാ കാര്യത്തിലും നമ്മൾ സഹായിക്കുന്ന ആൾക്കാരാണ്. തോട്ടം 25 വർഷമായിട്ട് പൂട്ടിക്കിടന്നപ്പോഴും ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്. അവർക്കിടെ ഗ്രാറ്റുവിറ്റിയോ പ്രോഗ്രാമുണ്ട് എല്ലാം മേടിക്കാനായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്പന് ഇപ്പോഴും ഗ്രാറ്റുവിറ്റി കിട്ടിയ ഇനിയും കിട്ടാനുണ്ട്. അവിടെ അമ്മയൊക്കെ എസ്റ്റേറ്റിൽ വാർത്തലായിട്ട് ഞാൻ എൻ്റെ ഒരു സജഷൻ പറയട്ടെ. ഗ്രാമസഭകൾ കൂടുമ്പോൾ ഇങ്ങനെയുള്ള കടങ്ങളെ സംബന്ധിച്ച് ഒരു അവലോകനം, ഒരു രജിസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഒരു മട്ടം ഉണ്ടാക്കിയിട്ട് ഇതിനെ സംബന്ധിച്ച് ഒരു കണക്കെടുപ്പ് ഉണ്ടാക്കാവോ? അത് കണക്കെടുപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ ഏത് അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും അവിടെ വന്ന് ഇവിടെ നമ്മുടെ ഗ്രാമസഭയിലൊന്നും പറയത്തില്ല. കിട്ടുന്ന അയൽക്കൂട്ടത്തിലൊക്കെ പൈസ മേടിക്കും. ഞായറാഴ്ച ആകുമ്പോൾ നെട്ടോട്ടം. ഈ പൈസ മേടിച്ച് എന്ത് പ്രയോജനം ചെയ്തെന്ന് പറഞ്ഞാൽ കെട്ടിയവർക്ക് നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരു പെണ്ണ് ഒരു ഫീൽ ചെയ്യുന്നു. ഇപ്പം ഒരു കളങ്ങർ സംഘത്തിലെടുത്തവർ വേറൊരു സംഘത്തിൽ എടുക്കും. ഇങ്ങോട്ടെടുത്ത് അങ്ങോട്ട് അടയ്ക്കും, അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ട് അടയ്ക്കും. ഇങ്ങോട്ട് അടച്ചടച്ച് വരുമ്പോഴുണ്ടല്ലോ ലാസ്റ്റിലുണ്ടല്ലോ ഒരു സ്ഥലത്തും പോയി ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും പല പോയിന്റിൽ ഓട്ടം തുടങ്ങും. ഞായറാഴ്ച ആകുമ്പോൾ കെട്ടിയവനെ
വീട്ടിലിരുത്തി പൊറിപ്പിക്കത്തില്ല. കാരണം ഞാൻ എടുത്തു കൊടുത്തതില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുമായി അവരൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ അയൽക്കൂട്ട വഴി ലോൺ കൊടുക്കുന്നത് അത് ഒരാൾക്ക് കൊടുത്താൽ പിന്നീട് ആ ലോൺ തീരാതെ വേറൊരു കമ്പനിക്കാർക്ക് കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്നേരം ഈ അയൽക്കൂട്ടത്തിൽ നല്ല പുറത്ത് കടമെടുത്തിട്ട് ഇതിലേക്ക് അടയ്ക്കുക. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ എടുക്കുന്നേ കിട്ടുന്നിടത്തല്ലേ ലോൺ എടുക്കും. എടുത്തു കഴിയുമ്പോൾ കൊടുക്കാതെ വരുമ്പോഴത്തേനാ വലിയ ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പൊ നിങ്ങൾ 6 അയൽക്കൂട്ടം 6 അയൽക്കൂട്ടം ലോൺ എടുക്കും. കിട്ടുന്ന പെണ്ണുങ്ങളാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ കൊണ്ട് തരും. ഇത് തിരിച്ചടയ്ക്കാൻ നേരത്താണ് വലിയ പാടുപെടുന്നത്. പണിയും കൂടി ഇല്ല വരുമ്പോഴത് ബ്ലേഡുകാരെ പോയി സമീപിക്കുന്നത് അവർ കൊടുക്കും. അവർക്ക് എന്നാ ഇപ്പൊ 100 10 രൂപ പലിശ. ബ്ലേഡുകാരാണ് ഈ പണി കൊടുക്കുന്നത് അല്ലേ? ഒരിക്കലും ഇല്ലാതെ കൊള്ളപ്പലിശ. അതായത് ആളെ ഇറക്കുന്ന രീതിയിലുള്ള 10%, 20%, 10,000 രൂപയ്ക്ക് 1000 രൂപ പലിശയൊക്കെയാണ് ഇവർ മേടിക്കുന്നത്. കാർഡ് ഫാർമർ 50,000 രൂപ എന്തോ അതല്ലേ 50,000 രൂപ ലോൺ കൊടുക്കും. അതിൽ 50,000 രൂപ കുടുംബശ്രീ ലോണുകളും അതുപോലെ തന്നെ തൊഴിലുറപ്പ് ലോണുകളൊക്കെ നമുക്ക് അടയ്ക്കാം അല്ലേ? തൊഴിലുറപ്പിന് ലോണുണ്ടോ? ഇല്ല. അപ്പൊ കുടുംബശ്രീ ലോണാണെങ്കിൽ അയൽക്കൂട്ട ലോൺ അടച്ചു പോകും. അല്ലാതെ പ്രൈവറ്റ് ലോൺ കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീക്ക് ലോൺ അല്ലേ? ഈ കുടുംബശ്രീ ലോണുകളും അയൽക്കൂട്ട ലോണുകളൊക്കെ നമുക്ക് അടയ്ക്കാൻ ചെറിയ കടങ്ങളെ അടച്ചു പോകും. ചെറിയ കടങ്ങൾ അതിന് ചെറിയ പലിശകളേ ഉള്ളൂ. ചെറിയ പലിശ കുറവാണ്. ഈ പുറത്തുനിന്നുള്ള കട പക്ഷെ ഈ പുറത്തുനിന്ന് ഇത്രമാത്രം പലിശയാകുന്ന ഇവർ പറയുന്നില്ല അല്ലെ? ആ കാര്യം രഹസ്യമായിട്ട് വെക്കുന്നത്. പക്ഷെ അടച്ചു തുടങ്ങുമ്പോൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട് 100 രൂപ എടുക്കുമ്പോൾ 1000 രൂപ എടുക്കുമ്പോഴുണ്ടല്ലോ അവർ 900 രൂപയെ കൊടുക്കത്തുള്ളൂ. 10 രൂപ 1000 രൂപ എടുത്തിട്ടേ എടുക്കത്തുള്ളൂ. പിടിച്ചു വെച്ചിട്ട് കൊടുക്കുന്നത്. $100 ഇത് പൈസ പെട്ടെന്ന് കിട്ടൂലെന്ന് ഓർത്തുണ്ട് ആ കൊടുക്കാനുള്ള അതാ കുറവിന്റെ കാര്യം അവര് ഇപ്പൊ നമുക്ക് അത്യാവശ്യം എന്നാ തരുമോ? ഇന്നത്തെ ലോൺ അടയ്ക്കണം. അതിന്റെ അത്യാവശ്യത്തിന് ഓടിയെത്തുന്നത് അത് ലാസ്റ്റിൽ പോയിട്ട് ഇതുപോലത്തെ സൂസൈഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കാരണം ഒരു മാസം തരുമ്പോ 2,000 രൂപ 2,500 രൂപ അടയ്ക്കണമെങ്കിൽ 24 മാസം കൊണ്ട് അവർ കടവച്ചിട്ടുണ്ട്. ഈ ബ്ലേഡ് എന്ന് പറയുന്നത് ബ്ലേഡ് തന്നെയാണത്. നേരത്തെ കൊടുത്ത് മേടിക്കാൻ ഇപ്പൊ അതല്ല. ഇപ്പൊ അവര് ഓരോ ഇതായിട്ട് ഈ ബാഗ് ഒരു ഉണങ്ങാതെ തന്നെ പഴുക്കും, ടീച്ചറാകും, ഇടയ്ക്ക് കുടുംബത്തിലാണ് പോകുന്നത്. 24 മാസം തരുമ്പോ പറഞ്ഞ കാര്യത്തോട് അല്ല 50,000 രൂപ തന്നു കഴിഞ്ഞാൽ 24 മാസം കൊണ്ട് അടയ്ക്കണം. അതിന്റെ പലിശ നമ്മൾ 68,000 രൂപ വരുന്നത്. 24 മാസം കൊണ്ട് 18,000 രൂപ പലിശയാണ് വരുന്നത്. അതിൽ 2 രൂപ കുറച്ചേ വരുള്ളൂ. ഈ 50 തരുമ്പോൾ 2 രൂപ പിടിക്കും. എങ്ങനെ അത് അവിടെ പേപ്പർ പേപ്പർ പിടിക്കും. അങ്ങനെ എവിടെയെല്ലാം അയൽക്കൂട്ടം അവിടെ മൊത്തം ഇതാ. ഈ ബാങ്ക് ലോൺ കൊടുക്കുന്നത് അയൽക്കൂട്ടം വഴി ആ ലോണ് വലിയ വിഷയമൊന്നും വരുന്നില്ല. 2 ദിവസം താമസിച്ചാൽ അവർക്ക് അതിന്റെ തുച്ഛമായ പലിശയുള്ളത് എടുക്കുന്നുണ്ട്. അപ്പൊ എന്നതിരെ ഇന്ന് ഞാൻ അടയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആ സംഘത്തിൽ പറയുക. അപ്പൊ എന്നതിരെ ബാക്കിയുള്ളവർ ആ സംഘത്തിൽ പിടിച്ചു വെച്ച പൈസ ഇട്ട് അവർക്ക് അവരുടെ പേരിൽ അടയ്ക്കും. അങ്ങനെ അടയ്ക്കുമ്പോഴുണ്ടല്ലോ ഈ പ്രശ്നം വരത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. പുറത്തുനിന്നുള്ള ലോണുകളിലേക്ക് പോകുമ്പോഴാണ് വഴി വരുമ്പോഴത്തേനും ഈ കുടുംബശ്രീക്കും വരും. കുടുംബശ്രീ നല്ല കാര്യമാണ്. ലോൺ എടുത്ത് എല്ലാവരും സംഘം ചേർന്ന് കാര്യങ്ങളൊക്കെ 15 പേർ ചേരും, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ അന്യായ പലിശയ്ക്ക് പോകുന്നത് ഈ കുടുംബശ്രീയിൽ എടുത്ത പൈസയും അടയ്ക്കാതെ വരുമ്പോൾ വല്ല അങ്ങോട്ട് പോകുന്നു. അവസാനം കുടുംബശ്രീക്ക് വഴി വരും അല്ലേ? സമയത്തിന് അടച്ചില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ കെട്ടിടത്തിൽ പറയാൻ തുടങ്ങും. കാശെടുത്ത് നിങ്ങൾക്ക് മേടിച്ചു തന്നല്ലേ താ മേടിച്ചാൽ പിന്നെ അവർ നമ്മൾ വഴക്കാവും. അതെല്ലാ വീട്ടിലുണ്ട്. 99% വീട്ടിൽ ആ പ്രശ്നമുണ്ട്. തോട്ടംപൂട്ടി 25 വർഷം കഴിഞ്ഞു. 25 വർഷമായിട്ടും ഇപ്പോഴും കുളന്തെടുത്ത് ജീവിക്കുന്നത് തിരിച്ചു പണി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ബോഡിയൊന്നും കാണിക്കില്ല. കാലടിച്ചു പോകും. ആൾക്കാരെ കാണിക്കാൻ പറ്റും. അപ്പൊ